എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്, കൊല്ലത്ത് മയനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അത്യുൽപാദന ശേഷിയുള്ള 5 വിത്ത് ഉപയോഗിച്ചുള്ള വെണ്ട കൃഷിയെ പറ്റിയാണ്. അത് കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു കൃഷിയാണിത്. അത് ഓൾറെഡി വിളവ് വന്നു തുടങ്ങി. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഒരു 100 മൂട് വെണ്ടയുണ്ട്. സാധാരണ ചെടിച്ചട്ടിയിലും ഉണ്ട്. ചെടിച്ചട്ടിയിലും ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരുനന കൃഷിയിലും ചെയ്തിട്ടുണ്ട്. തിരുനന കൃഷിയിലെ തൈകൾ ചെറുതാണ് എങ്കിലും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തിരുനന കൃഷി എന്ന് പറയുന്നത് ഈ PVC പൈപ്പിനകത്ത് കണ്ടോ. ഈ തിരുനന പറയുന്ന ഒരു 5 മീറ്റർ നീളമുള്ള പൈപ്പാണ്. ആ പൈപ്പിനകത്ത് നമ്മൾ 10 ഹോളിട്ടിട്ട് അതിനകത്ത് തിരുനന എന്ന് പറയുന്ന തിരിയെടുത്ത് പകുതി ആ ഹോളിനകത്തും പകുതി ചട്ടിക്കകത്തും വരും. എന്നിട്ട് ഈ PVC പൈപ്പിൻ്റെ ഈ സൈഡ് L കണക്ഷനിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. മറ്റേ എൻഡ് ക്ലോസ് ആയിരിക്കും. എന്നിട്ട് അതിൽ വെള്ളം നിൽക്കും. ഇപ്പം മഴയുള്ളത് കൊണ്ട് ഒത്തിരി വെള്ളം ഇതിനകത്ത് കയറാതിരിക്കാനും കരിയില വീഴാതിരിക്കാനും ഞാൻ ഇത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് വെള്ളം ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കും. വെയിലുള്ള സമയത്ത് ഇത് ഭയങ്കര ഉപകാരപ്രദമാണ്. നമുക്ക് കാര്യം നമുക്ക് സമയമില്ലെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിലൊക്കെ ഇത് നന്നായിട്ട് ഉപകരിക്കും. എപ്പോഴും നല്ല വെറ്റായിട്ടിരിക്കുകയും ചെയ്യും ഈ വെണ്ട കൃഷി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചെണ്ടുമല്ലിയും കൂടെ നടുന്നുണ്ട്. ചെണ്ടുമല്ലി കീടനാശിനിയാണ്. അപ്പം ഇത് ഇടയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ അത് നട്ടതേ ഉള്ളൂ. അപ്പം ഓണത്തിന് നമുക്ക് പൂക്കൃഷി ചെയ്ത് പൂക്കൾ വിൽക്കുകയും ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കീടനാശിനിയായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഒരു 100 മൂട് വെണ്ടയുണ്ട്. എനിക്കിപ്പം വെണ്ട ഇന്ന് ഞാൻ പറിക്കാൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ഫോട്ടോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് പറിച്ചു ഇനി പറിക്കാനുണ്ട്. വെണ്ട കിട്ടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ മോനും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വെണ്ട മെഴുക്ക് പുരട്ടുകയും തോരൻ ചെയ്യുകയും എല്ലാം ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിഷം ഒത്തിരി അടിച്ചാണ് അവർ ഇത് വളർത്തിയെടുക്കുന്നത് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളാവുമ്പം നമ്മൾ വിഷമൊന്നും ഉപയോഗിക്കാതെ മരുന്നൊന്നും അടിക്കാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ്. ഇടയ്ക്ക് നീം ഓയിലൊക്കെ അടിച്ചു കൊടുക്കും കീടനാശിനിയായിട്ട്. വെണ്ടയൊക്കെ ഇതിനകത്ത് ഇനിയും പറിക്കാനുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഇത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, അതിന് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് നടാം. ഇവിടെ വേറെ മുളകും തക്കാളിയും പയറും ഒക്കെ നടുന്നുണ്ട്. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം വിഷരഹിതമായ പച്ചക്കറികൾ കൊടുത്ത് ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിഷമുള്ളത് തന്നെ നമ്മൾ വാങ്ങിച്ച് കൊടുത്തിട്ട് അവസാനം ക്യാൻസർ രോഗവും കിഡ്നി രോഗവും എല്ലാത്തിനും അടിമയായിട്ട് ജീവിതത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നതിലും നല്ലത് അതിനായിട്ട് എക്സ്ട്രാ പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. അതിന് നമ്മൾ തന്നെ ഇത്തിരി വെണ്ടയെടുത്ത് അതിൽ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വിൽക്കാൻ നിൽക്കേണ്ട. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നട്ട് നമുക്ക് കൃഷി ചെയ്യുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. എല്ലാം ഇവിടെ കോഴിയുള്ളത് കൊണ്ട്, കോഴിയും കുതിരയും പശുവൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക്
പിന്നെ ചാണകത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മൾ പുറത്തൊന്നും അധികം വാങ്ങിക്കത്തില്ല. അതിനെ ട്രൈക്കോഡെർമ ഇട്ട് സമ്പുഷ്ടീകരിച്ച് നമ്മൾ 10-15 ദിവസം ഇട്ടിട്ട് അതിനെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് വിടും. അപ്പോൾ അത് 100 കിലോ ചാണകത്തിന് 10 കിലോ വേപ്പിൻ പിണ്ണാക്കും 1 കിലോ ട്രൈക്കോഡെർമയും ഇട്ട് സമ്പുഷ്ടീകരിച്ച് നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് മണ്ണിനും നല്ല ഫലപുഷ്ടി കാണും, വിളവിനും ഫലപുഷ്ടി കാണും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂവേഴ്സ് 23,000 ഉണ്ട്. വ്യൂവേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അവർക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമല്ലോ, അതൊരു വലിയൊരു സന്തോഷമാണ്. കൃഷിഭവൻകാർ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുകയും എന്തെങ്കിലും ഒക്കെ അവർ കാണുകയാണെങ്കിൽ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വിത്തുകളും വളങ്ങളും എല്ലാം തരാറുണ്ട്. കുറഞ്ഞ ചിലവിൽ സബ്സിഡിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ കൃഷി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.